അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈയിടെ പുറത്തിറങ്ങിയ ഒരു സിനിമയിലെ ന്യൂഡിറ്റി കേരളീയ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലെ ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ട് പല ആഖ്യാനങ്ങളും സോക്കോൾഡ് പുരോഗമന സർക്കിളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ചില സോക്കോൾഡ് പുരോഗമന ആഖ്യാനങ്ങളെ ഒന്ന് വിലയിരുത്താനാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പൊതുവെ ഈ ഒരു ഏരിയയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പൊതുവായിട്ടൊരു ധാർമ്മിക മൂല്യമൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചൊരു പൊതുവായൊരു അഭിപ്രായം ഐക്യമുണ്ട്. വളരെ മോശമായി പോയി. ഇപ്പോൾ ആ ഒരു ന്യൂഡ് സീൻ്റെ സമയം ലിങ്കൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മലയാളികളുടെ കമൻറ്റും അത് കണ്ട ആളുകളുടെ അഭിമാന പ്രകടനങ്ങളും എന്തോ വലിയ സംഭവം ചെയ്ത പോലെ പോസ്റ്റുകളും ഇത് കുറച്ച് നോർമലൈസ്ഡ് ആണ്. അതായത് ഇത് തുറന്നു ചോദിക്കുകയാണ് സ്വന്തം ഐഡിയയിൽ. അത് കമന്റുകളിലൊക്കെ നോക്കുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര സെലിബ്രേറ്റിംഗ് ആണ്. ഞങ്ങളെന്തോ ഭയങ്കര വലിയ സംഭവമാണ് ചെയ്തത്, ആരും നഷ്ടപ്പെടുത്തരുത്, എല്ലാവരും ഈ ഒരു അവസരം ഒരു അസുലഭ നിമിഷം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ആ പോസ്റ്റൊക്കെ ഇട്ട് ഭയങ്കര ഒരു അച്ചീവ്ഡ് ഒക്കെ പോലെ ഒളിമ്പിക് മെഡലൊക്കെ നേടിയ പോലെയാണ് ചില ആൾക്കാരുടെയൊക്കെ ഇത് കണ്ടെത്തിയതിൽ ഞങ്ങളാണ് ഫസ്റ്റ് ടെലഗ്രാം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന നേരത്തെ പറഞ്ഞ ധാർമ്മിക മൂല്യമുള്ള ഒരാളെ സംബന്ധിച്ച് ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എത്ര മോശമാണ്, എത്ര വിയേർഡാണിത്, എത്ര വൃത്തികെട്ടൊരു കൾച്ചറാണ് ഇവർ ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ എല്ലാ വിഷയത്തിലും എന്ത് നിലപാടുകൾ എല്ലാവരും എടുക്കണം, എല്ലാ വിഷയത്തിലും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ചില പുരോഗമന ഇടങ്ങളിലെ മഹാന്മാർക്ക് പക്ഷേ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കമന്റ് ഞാൻ കണ്ടത് ഇംഗ്ലീഷിൽ എഴുതിയത്, വൈ ഡു വി സ്റ്റോപ്പ് അവർ സെൽഫ് ഫ്രം അപ്രീഷിയേറ്റിംഗ് ദ ഹ്യൂമൻ ഫോം വിച്ച് വി ഓൾ ഹാവ്. നമ്മൾക്കുള്ള ഈ ശരീരത്തെ നമ്മൾ എന്തിനാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുന്ന എന്തിനാണ്? ആ നിലക്കൊരു ബുദ്ധിജീവി ലെവലിൽ ഇതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളും വേറൊരു സ്ഥലത്തുണ്ട്. ഈ പുരോഗമന സർക്കിൾസിൽ വലിയ ആൾക്കാരായിട്ട് പറയുന്ന ആൾക്കാർ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു തിരക്കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സീൻസ് ഈ നിലക്ക് എന്ത് ചെയ്യുന്നത് സിനിമകളിൽ ആഡ് ചെയ്യുന്നത്. തിരക്കഥ ആവശ്യപ്പെടുന്നു, അങ്ങനെ പറയുന്ന ഒരാളെ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു സിനിമ വരുന്നു, അതിലൊരു നഗ്ന സീനുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് സീനുണ്ട്. ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ അത് അത്യാവശ്യമാണ്, അത് സിനിമയെ പൂർണ്ണമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചാണ് അതിന്റെ മേക്കേഴ്സ് അത് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരി, അപ്പൊ അവര് പറയുന്നൊരു കാര്യം വ്യക്തമല്ല. അതായത് ഈ തിരക്കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ന്യൂഡിറ്റി നമ്മൾ കാണിക്കുന്നത്. അതിലൊരു പ്രശ്നം നമ്മൾ കാണുന്നത് ഈ ന്യൂഡിറ്റി കാണിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിന് മുന്നിൽ വരുന്നു എന്നുള്ളതിന് എന്തിനാണ് വളരെ നോർമലൈസ് ചെയ്യാണ്. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. അതൊരു മൂവിക്ക് വേണ്ടി കഥക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. കഥ മാത്രമല്ല, ഇപ്പോൾ ഏതു തരം കലാരൂപങ്ങളാണെങ്കിലും ഇത് കലാരൂപത്തിന്റെ ഭാഗമാണ്, ഇതിനെ കലയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെ ഇതിപ്പോ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ശരിക്കും ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു പോപ്പുലർ ആർട്ട് ഫോം എന്ന് പറയുന്നത് സിനിമയാണ്. ഇപ്പൊ സിനിമയിൽ ഇത് വരുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഈ രീതിയിലല്ലാണ്ട് മുമ്പും ഇതേപോലെയുള്ള ഓരോ കാലഘട്ടത്തിലെ ആർട്ട് ഫോംസ് ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ കല്ലിൽ കൊത്തിവെക്കുന്ന ശില്പങ്ങൾ, ആ രീതിയിലുള്ള പെയിന്റിങ്സ് ആവാം. ഇപ്പം ഏൻഷ്യൻ ഗ്രീക്ക് കാലഘട്ടത്തിലൊക്കെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നഗ്നമായിട്ടുള്ള ന്യൂഡായിട്ടുള്ള ഇതിങ്ങനെ വരച്ചു വെക്കുക എന്നുള്ള കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ഇത് കണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ കിടക്കുന്നു. അവരിങ്ങനെ കിടക്കുന്നു എന്നുള്ളൊരു ദൃശ്യം നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരാണും പെണ്ണും ഉടുതുണി ഇല്ലാതെ കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മൾ കലാവാസന ഇല്ലാത്ത മുരടന്മാർ നോക്കി ഇങ്ങനെ ഒരു വെറുതെ ഇങ്ങോട്ട് പറയാണ്. പക്ഷെ ഒരു ഇൻസൈറ്റ് ഉള്ള കുറച്ചൊരു ഇതൊക്കെ ഉള്ള ആൾ എങ്ങനെ പറയുന്നുണ്ട്, അവർ തമ്മിൽ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റിമസിയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അവർ കണ്ടോ വളരെ ഈസി ആയിട്ടാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര പിന്നെന്താണ് ഓപ്പൺനെസ് ആയിട്ട് ഇൻറ്റിമസി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കലാവാസനയുള്ള വലിയ ആളായി മാറി. അപ്പോൾ ആ നിലക്ക് അതിൻ്റെ ഉള്ളിലുള്ള അന്തരാർത്ഥം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിരക്കഥയിൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള നിരക്കാണ് ഇപ്പോഴത്തെ ആഖ്യാനങ്ങൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ അതെ. ഇപ്പോൾ ഇതിനൊക്കെ നോർമലി എതിർക്കുന്ന ആളുകൾ പോലും പല ഇതൊക്കെ മോശമാണെന്ന് പറയും. ഇപ്പോൾ ഈ ന്യൂഡ് സീൻസ് ഇപ്പോൾ നോർമലി പോൺ വീഡിയോസിലാണ് അധികം ഉണ്ടാവുക. പോൺ വീഡിയോസിനൊക്കെ എതിർക്കുന്ന ആളുകളാകുമ്പോഴും അവർ ഇതേ സാധനം സിനിമയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സോക്കോൾഡ് ആർട്ടുകൾ എന്ന് പറയുന്ന സംഭവങ്ങളിൽ വരുമ്പോൾ അത് പ്രശ്നമല്ലല്ലോ, അല്ലെങ്കിൽ അതൊരു കലയുടെ ഭാഗമല്ലേ, കലയുടെ ഭാഗമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്ന ടൈപ്പ് ഓഫ് കലയുടെ ഭാഗം കലയായിട്ട് കാണുക എന്നുള്ളൊരു എല്ലാത്തിനും ലൈസൻസ് കൊടുക്കുന്ന പോലെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മദ്യപാനാണെങ്കിലും എല്ലാത്തിനും വളരെ വിശാലമായ ഒരു സ്പേസ്, അതും എങ്ങനെ ഇതിന് സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ മാത്രം ഇതിന് ലൈസൻസ് പലപ്പോഴും കലൻ്റെ അതിൽ ഈ അടുത്ത് ഭയങ്കര വിവാദമായിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഈ അടുത്ത് വന്നൊരു സിനിമയിൽ പിന്നെ റേപ്പ് സീനിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ച നടക്കുകയാണ്, ഭയങ്കര ചർച്ച നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റേപ്പിനെ, ഈ മദ്യപാനത്തെ, വ്യഭിചാരത്തെ ഒക്കെ നമ്മൾ കാണിക്കുക, അത് സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്, തിരക്കഥയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ അതിനെന്ത് ചെയ്യാണ്, ഗ്ലോറിഫൈ ചെയ്ത് കൂടി കാണിക്കുകയാണ്. അവിടെ നമ്മളൊരു പോയിന്റ് എന്ന് പറഞ്ഞ ഇതാണ്, കല നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഷ്യലി ഉണ്ടാകുന്ന എഫക്റ്റുകൾ, ഇമ്പാക്റ്റുകൾ
അത് വളരെ ഗൗരവമായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അതായത് ഇപ്പോ കലയിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു മദ്യപാനം പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാക്കുക സമൂഹത്തിൽ നടക്കുന്നു, അതുകൊണ്ട് അത് ഡെപിക്റ്റ് ചെയ്യൽ കലയുടെ ഒരു ലക്ഷ്യമാണെന്നുള്ള രൂപത്തിൽ അത് ചിലപ്പോൾ ഉൾപ്പെടുത്തും. പക്ഷെ നമ്മളതിന് അവിടെ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത്, നമ്മൾ പ്രശ്നവൽക്കരിക്കുന്ന ഒരു വിഷയം ഇതൊക്കെ ഉണ്ടാകും. ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കലയിൽ വരുന്നു എന്നത് അതിന്റെ മതപരമായുള്ള വശമുണ്ട്. പക്ഷേ അത് കലയിൽ വരുന്നു എന്നുള്ള പിന്നെയും നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. ഒരു സെക്യുലർ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെങ്കിൽ പിന്നെയും അംഗീകരിക്കാം. പക്ഷേ അവിടെ നമ്മൾ വളരെയധികം പ്രോബ്ലമറ്റൈസ് ചെയ്യേണ്ട ഒരു വിഷയം അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോഴാണ് എന്നൊരു പോയിന്റാണ് അതിൽ പ്രധാന. അതായത് ഇത് കോപ്പി ഇപ്പോൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ എടുക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ കൗമാരക്കാർക്കിടയിലുള്ള സെക്ഷൽ അബ്യൂസുകൾക്ക് പലപ്പോഴും കാരണം അവർക്കിടയിലുള്ള അഫയേഴ്സ് ആണ്. ഇതിന് ഹൈലി സിനിമകൾ കാരണമാണ്. ഒരു 2000-ന് ശേഷമുള്ള ഒരുപാട് മൂവീസ് ആ തരത്തിലുള്ളതാണ്. രണ്ടെന്ന് പറഞ്ഞാൽ മദ്യപാനം, കൗമാരക്കാർക്കിടയിലാണെങ്കിലും വലിയവർക്കിടയിലാണെങ്കിലും മദ്യപാനത്തെ നോർമലൈസ് ചെയ്യുന്നതും മദ്യപാനത്തിൻ്റെ ഇത് ആക്ച്വലി നമ്മൾ വിചാരം പണ്ട് ആളുകൾ ഭയങ്കര കുടിയന്മാർ അല്ല, കണക്കെടുത്ത് നോക്കുമ്പോൾ പണ്ടല്ല ആളുകൾ കുടിയന്മാർ. ഇന്നാണ് എന്താ പറയുക ആൽക്കഹോൾ കൺസംഷൻ കൂടിയിട്ടുള്ളത് ഇന്നാണ്. അതേപോലെ തന്നെ ഈ തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇത് കൂടുന്നത്, അതേപോലെ വയലൻസ് കൂടുന്നത്, ഭയങ്കര അഗ്രസീവ് ആകുന്നത്, ഇതൊക്കെ ഇന്ന് പ്രണയം പോലും അഗ്രസീവായി മാറുന്ന, പ്രണയ അഭ്യർത്ഥനകൾ നിരസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ട് അവരെ കൊല്ലുക, സ്വയം ആത്മഹത്യ ചെയ്യുക, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പലപ്പോഴും നായകന്മാർ അങ്ങനത്തെ അഗ്രസീവ് ആകുന്ന ഒരു ടെൻഡൻസി, അതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ത്വര പലപ്പോഴും ഉണ്ടാവുകയാണ് അത് കാണുന്ന പ്രേക്ഷകർ. ഇത് അവരെ ആർട്ടിലൂടെ നേരത്തെ പറഞ്ഞ ഈ സോക്കോൾഡ് ആർട്ടിലൂടെയാണ് അവർക്ക് ഇത് കിട്ടുന്നത്. അതിന് പ്രണയം ഭയങ്കര സുന്ദരമായ ഒരു പ്രണയമായി ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നം. അതിലിപ്പോൾ ഈ സെക്ഷൽ റെവല്യൂഷൻ നേരത്തെ നമുക്ക് പറഞ്ഞൊരു കാര്യത്തിൽ ഈ സെക്ഷൽ റെവല്യൂഷന്റെ ശേഷം അതിനുശേഷം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമകളിൽ അല്ലെങ്കിൽ ആർട്ട് ഫോംസിൽ കുത്തിക്കയറ്റി അല്ലെങ്കിൽ ആഡ്സിലൊക്കെ കുത്തിക്കയറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗാൻഡയും കൂടി അവർ വർക്ക് ചെയ്തെടുത്തിരുന്നു. അതിനുശേഷമുള്ള സ്റ്റാറ്റ് നോക്കുമ്പം ഇതിങ്ങനെ കുത്തനെ പോവുകയാണ്. ഏത് ഈ രീതിയിലുള്ള പിന്നെ എന്താ പറയുക സെക്സ് ഭയങ്കരമായിട്ട് പബ്ലിക്കായിട്ട് മാറുക, ആ നിലക്കുള്ള സീൻസ് അടക്കം സിനിമകളിലേക്ക് കൊണ്ടുവന്ന് ആൾക്കാരെന്ത് ചെയ്യും, അത് കാണുകയാണ്, കുട്ടികളത് കാണുകയാണ്. എന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഈ അടുത്ത് വന്നൊരു പഠനത്തിൽ കണ്ടത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ US-ലുള്ള ജെൻസി കുട്ടികളിൽ നടത്തിയൊരു പഠനമാണ്. അപ്പോൾ അതിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ന്യൂഡ് സീൻസ് ഇങ്ങനെ സിനിമകളിൽ കുത്തിക്കയറ്റി, പ്രത്യേകിച്ച് ഹോളിവുഡിൽ, ഇപ്പം നമ്മളിപ്പോൾ മലയാളത്തിൽ വന്നുകൊണ്ടല്ലോ, ഹോളിവുഡിൽ ഇതിങ്ങനെ കുത്തിക്കയറ്റുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് 70% ജെൻസിയിലുള്ള കുട്ടികൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്കത് ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ള വിഷയം വേറെയാണ്. എന്തായാലും അങ്ങനെ വേണ്ടതില്ല എന്നുള്ള നിലക്കാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്ത് കണ്ടിരുന്നു. മാത്രമല്ല ഈ മല്ലുവിൻ്റെ കമന്റ് സെക്ഷൻ ഞാൻ ജസ്റ്റ് നോക്കി, അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് അതിന് ആ സിനിമയുടെ തിരക്കഥയായിട്ടൊരു ബന്ധവും ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ന്യൂഡ് സീനിന് സിനിമ കണ്ട ആൾക്കാർ അവർ പറയാണ് ഞങ്ങൾ പ്രത്യേകിച്ച് അതിലൊരു ബന്ധം കണ്ടിട്ടില്ല, ആ സീനും തിരക്കഥയായിട്ട് ബന്ധപ്പെട്ട്. അത് പലതും ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ സ്ത്രീകളുടെ ശരീരത്തെ വിൽക്കുന്നു എന്നൊക്കെ പറയും. ഐറ്റം ഡാൻസ് എന്നുള്ളൊരു യൂസേജ് ഉണ്ട്. ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു സിനിമയുടെ കഥക്ക് ഒരു നിലക്കും ആവശ്യമില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ സ്ത്രീ ശരീരമാണ് ഐറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ശരീരത്തെ സെക്ഷലൈസ് ചെയ്ത് ഒരു ഡാൻസ് ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യുന്നു. എന്നിട്ട് അതായത് മൂവി തുടങ്ങിയ ഒരു ഭാഗത്ത് സ്റ്റക്ക് ആവുന്നു, ആ ഡാൻസ് വരുന്നു, മൂവി അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ. അത് മൂവിൻ്റെ പാട്ടായിട്ടുള്ള ഡാൻസ് അല്ല. അതായത് മൂവിൻ്റെ പാട്ടായിട്ടുള്ള ഡാൻസ് ആണെങ്കിൽ അതിനെ അങ്ങനെ പ്രത്യേകിച്ച് പറയില്ല. അപ്പം ഇതെന്തിനാണ് കൊണ്ടുവരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാള് ഇങ്ങനെ നടന്നു പോകുന്നൊരു സ്ത്രീനെ ചരക്ക് എന്ന് വിളിച്ചാൽ പ്രശ്നമാണ്. പക്ഷെ അത് സിനിമയിൽ ഐറ്റം എന്ന് പറഞ്ഞ ചരക്കാണ്. ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ പൃഥ്വിരാജ് മുമ്പ് പറഞ്ഞിരുന്നു ഐറ്റം ഡാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിന് ഞാൻ എതിരാന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ഒരു വലിയ സിനിമ ഇറങ്ങിയപ്പം അത് വലിയ ഐറ്റം ഡാൻസ് കേരളം. വേറൊരു കാര്യം, ഇതിനൊക്കെ അംഗീകരിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഈവൻ എന്തുകൊണ്ട് പുരുഷന്മാരുടെ ഐറ്റം ഡാൻസ് ഉണ്ടാവുന്നില്ല എന്ന് പോലും ആലോചിക്കാം. ഇതിന് മാത്രമുള്ള ഒരു ചിന്താശേഷി ഇല്ലാത്ത ആളുകൾ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒന്ന്, ഇത് പലതും കഥയുടെ ഭാഗമല്ല. രണ്ട്, ഇനി കഥയുടെ ഭാഗമായിട്ട് പോലും ഇത്തരം എക്സ്ട്രീം സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ ഇമിറ്റേഷനും നോർമലൈസിങ്ങും. ഒന്ന്, എല്ലാവർക്കും ഇതൊക്കെ നോർമലാണെന്ന് തോന്നുന്നു. ഇതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ. ഈ രണ്ട് വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് കലയുടെ ഭാഗമല്ലേ എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കുന്നതിൽ നമ്മൾ പറയുന്നത് തിരക്കഥയാണ് പ്രശ്നം. തിരക്കഥയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാണ്, തിരക്കഥയാണ് ആ പ്രശ്നം. പക്ഷെ അപ്പൊ വരുന്നൊരു പ്രശ്നം, നമ്മൾ പറഞ്ഞു എല്ലാ ആളുകളും ഇതിനെ എതിർക്കുന്നു. അപ്പൊ ലിബറൽ പക്ഷത്തു നിന്ന് എന്താണ് അവരുടെ പൊസിഷനിൽ ഇപ്പൊ മല്ലുവിന്റെ പൊസിഷൻ വലിയ ഇഷ്യൂ ഇല്ലാന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്, സ്വാതന്ത്ര്യമാണ് ആ കാണിക്കേണ്ട ആളുടെ സ്വാതന്ത്ര്യം, ഇത് പ്രതികരിക്കേണ്ടത് ഇവരുടെ സ്വാതന്ത്ര്യം. ആസ്വദിക്കുന്ന എല്ലാവർക്കും അതിന്റെ സ്വാതന്ത്ര്യം കൊണ്ട് എല്ലാവർക്കും ഹാപ്പി. ഈ നടിക്ക് ക്യാഷ് കിട്ടി, നടി ഫേമസ് ആയി, ഈ ആളുകൾക്ക് ആസ്വാദനം കിട്ടി, ഷെയർ ചെയ്തു, എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ അപ്പോഴാണ് നമുക്ക് പുരോഗമനം ഇടത്തുനിന്ന് മല്ലുവിൻ്റെ ഒരു അതേ ആശയങ്ങളൊക്കെ പറയുന്ന ഒരാള് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു വരുന്നത്.
നമുക്ക് JBIന്റെ ഒരു വീഡിയോ കാണാം. സംസ്കാരം വിളമ്പുന്നവന്മാരുടെ സംസ്കാരമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാളികളെ ഇങ്ങനെ ഡേ ടു ഡേ ഫേമസ് ആക്കി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ലൈംഗിക ദരിദ്രരുള്ള സ്ഥലം എന്ന് പറയിപ്പിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. അതായത് മലയാളികൾ എങ്ങനെ ഫേമസ് ആക്കി ലോകാടിസ്ഥാനത്തിൽ ലൈംഗിക ദരിദ്രർ ഉള്ള സ്ഥലം എന്ന്. ഇതൊക്കെ ഒരു ലൈംഗിക ദാരിദ്ര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതില് എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായുള്ളത് ഒരു പുരോഗമനമായിട്ട് നമ്മൾ ചിന്തിക്കും. പുരോഗമന സർക്കിളിൽ നിന്ന് അങ്ങനത്തെ ഒരു പദപ്രയോഗം തന്നെ വരാന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു അപമാനമാണ് പുരോഗമന സർക്കിളിന്റെ ഒരു അപമാനമാണത്. കാരണം പുരോഗമന സർക്കിൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട കാര്യം സാധാരണ ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടത്. പക്ഷേ അവിടെ നിന്ന് JBI പറയണത് അത് ലൈംഗിക ദാരിദ്ര്യമാണ്, ഭയങ്കര നെഗറ്റീവായ. ഇത് JBIന്റെ ആ വീഡിയോ മൊത്തം കുറ്റം പറയണം. ഈ ആളുകൾ മൊത്തം ചെയ്ത് വലിയ നമ്മൾ ചെറിയൊരു ക്ലിപ്പം ഇട്ടിട്ടുള്ളൂ. ലോകത്തെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറയുന്നത് ഭയങ്കര മോശം കാര്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു മല്ലു അതിന് റിപ്ലൈ എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ആളുകൾ ആ ഒരു സീൻ മാത്രം കണ്ട് അതിനൊരു നീലച്ചിത്ര മെറ്റീരിയൽ എന്ന രീതിയിൽ മാത്രം കണ്ട് ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു. അവർക്ക് ആ സിനിമയിലെ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം പോലുമില്ല. മലയാളിയായ ഒരു നടിയുടെ നഗ്ന സീൻ കാണാൻ പറ്റി അവർ അതിൽ വളരെ ഹാപ്പിയാണ്. അത് കണ്ട് ആസ്വദിച്ചിട്ട് അവർ ആ നടിയെ തെറിവിളിക്കാനോ സദാചാരപുരി പൊട്ടിക്കാനോ നിൽക്കുന്നില്ല. സത്യത്തിൽ ഇതൊരു ലൈംഗിക ദാരിദ്ര്യത്തിന്റെ പ്രശ്നമായി പോലും എനിക്ക് തോന്നിയില്ല. മലയാളിയായ ഒരു നടിയുടെ നഗ്ന സീൻ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അത് കാണുന്നു, ആസ്വദിക്കുന്നു. ഇക്കോട്ടെ വിമർശിക്കേണ്ടതുണ്ടോ? ആ ആർട്ടിസ്റ്റിനും ആ സിനിമയുടെ മേക്കേഴ്സിനും തീർച്ചയായും ഇത് ഇത്തിരി വിഷമിപ്പിക്കുന്ന സംഭവമായിരിക്കും. കാരണം ഒരു ആർട്ട് എന്ന രീതിയിൽ ആ സിനിമയെയും അതിലെ സീനുകളെയും വ്യൂവേഴ്സ് കാണുന്നതായിരിക്കും അവർക്കിഷ്ടം. അപ്പൊ സ്വാഭാവികമായും കുറെ ആളുകൾ ആ രംഗത്തെ ഒരു നിലവാരം കുറഞ്ഞ നീലച്ചിത്രം ലെവലിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് അത്ര രസിക്കുന്ന ഒരു സംഭവമായിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും ആ രംഗങ്ങൾ അങ്ങനെ കണ്ട് ആസ്വദിക്കുന്നവർ ചെയ്യുന്നത് ഒരു തെറ്റായി എനിക്ക് കാണാൻ കഴിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ JBIനെ പോലെയുള്ള പുരോഗമനം ഇല്ലാത്ത അല്ലെ, ആ നിലക്ക് അത്ര പുരോഗമിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കുള്ള മറുപടിയാണ് മല്ലു. ഏത് ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്നൊക്കെ പറയുന്ന നിലക്ക്. JBI കേരളത്തിലല്ലേ? JBI കേരളത്തിലാണ്. അതാണ് എന്റെ വിശ്വാസം. അതാണ് യൂറോപ്പിലാണ്. അപ്പൊ എന്തായാലും മൂപ്പര് പറയുന്ന കാര്യം കണ്ടില്ലേ, അതായത് ആസ്വദിക്കുന്നത് ഒരു തരത്തിലും എന്ത് ചെയ്യണ്ട, നമ്മുടെ തെറ്റായി കാണേണ്ടതില്ല. അതൊരു മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വീഡിയോ എന്നുള്ള നിലക്ക് അങ്ങനെ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. അതിനെ ആസ്വദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു പ്രശ്നമായിട്ട് കാണേണ്ടത്. ഒരു സിമ്പതിയോടെ പറയുന്നത് മലയാളികളുടെ കാണാനുള്ളൊരു ആഗ്രഹം, അതിനുവേണ്ടി അതൊരു തെറ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു സംഭവം. ഇത് പറഞ്ഞപ്പോൾ JBIക്ക് കൊണ്ടിരിക്കണേ. JBIക്ക് ആരൊക്കെ മല്ലുവിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് JBI പറയുന്നുണ്ട് ഇതാ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു. മല്ലു അനലിസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മെൻഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. കുറച്ച് ആളുകൾ ഒഫൻഡഡ് ആവുന്ന തരത്തിലാണ് ആ ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കുറേയധികം ആളുകൾക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. അത് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന മൂവിയിലെ ഒരു പെർട്ടിക്കുലർ സീനിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അത് ആസ്വദിക്കുന്നത് തെറ്റാണോ? അത് തെറ്റൊന്നുമല്ല. എല്ലാ ആളുകളും ആസ്വദിക്കും. നഗ്നത എസ്പെഷ്യലി ആളുകൾ ആസ്വദിക്കാറുണ്ട്. ആഘോഷിക്കുന്നതാണ് പ്രശ്നം. അതാണ് അതായത് ആദ്യം പറഞ്ഞ വെച്ചാൽ ആസ്വദിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ തെറ്റാണ്. ലൈംഗിക ദാരിദ്ര്യമാണ്. അതിന്റെ ഒക്കെ വേറെ മൂപ്പര് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പോ മൂപ്പര് ഈ കിന്നാരത്തുമ്പികളൊക്കെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ആഘോഷിക്കുന്നത് മാത്രല്ല ആസ്വദിക്കുന്ന തന്നെ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഈ കിന്നാരത്തുമ്പികളൊക്കെ കണ്ട ആളുകൾ ആസ്വദിച്ചിരുന്നല്ലോ. അപ്പൊ അതുപോലെ എത്ര മോശമാണെന്ന് ഇവർ പറയുന്നുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഈ കിന്നാരത്തുമ്പികളുടെ ചരിത്രമൊക്കെ വീട്ടില് ഡാഡിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. അവരുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രൊമോഷൻസ് ഉണ്ടായിരുന്നില്ല. പോസ്റ്റർ കണ്ട് കൊതിയോടെ തിയേറ്ററിലേക്ക് ഓടിയെടുത്ത ഒരു ജനക്കൂട്ടമായിരുന്നു നമ്മളുടെ പഴയകാല പ്രബുദ്ധ സംസ്കാരം. അതിനകത്ത് നമ്മുടെയൊക്കെ പൂർവികരൊക്കെ ഉൾപ്പെടും, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അച്ഛൻ്റെയും ഒക്കെ ഒരു ജനറേഷനുള്ള ആൾക്കാർ ഉൾപ്പെടും. അത്രയധികം ദാരിദ്ര്യം ഉണ്ടായിരുന്ന ആളുകളാണ്. അത്രത്തോളം ദാരിദ്ര്യമുള്ള ആളുകളാണ് ആരെ പറ്റി പറയുന്നത്. പാവം പോസ്റ്റർ കണ്ട് പറഞ്ഞ ഏതൊക്കെ ഡാഡിമാര് നമുക്കറിയില്ല. അത് ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത്. അതേ ആളിപ്പോ പറയുന്നത് ആസ്വദിക്കുന്നത് പ്രശ്നമല്ല, ആഘോഷിക്കുന്ന. മല്ലു ആദ്യം പറഞ്ഞു കൊടുത്ത് നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട, എന്ത് ചെയ്യാതെ കുറച്ച് പുരോഗമിച്ചേക്ക്. അപ്പൊ ആസ്വാദനം ശരിയല്ല നീ പറയണ്ട, ആഘോഷമാണ് പ്രശ്നം എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ആഘോഷമാണ് പ്രശ്നം എന്നുള്ളതാണ് അവസാനം നമ്മൾ എത്തി നിന്നത്. അപ്പൊ മല്ലു വീണ്ടും അടുത്ത മറുപടിയായിട്ട് എത്തി. കുറച്ചുകൂടി പുരോഗമിക്കണല്ലോ. അപ്പോൾ മല്ലുവിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം.
ഇത്രയുമൊക്കെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സിനിമയിൽ ഒരു നടിയുടെ നഗ്നസീൻ ഉണ്ട് എന്നറിയുമ്പോൾ അത് ആ ഒരൊറ്റ രീതിയിൽ മാത്രം കുറെ പേർ കണ്ട് ആസ്വദിക്കുന്നത് സ്വാഭാവികമാണ്. എന്നിട്ട് അവർ വലിയൊരു ഗ്രൂപ്പായി പബ്ലിക്കായി അത് ആഘോഷിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ആർട്ടിസ്റ്റിനും മേക്കേഴ്സിനും വിഷമം തോന്നാം. പക്ഷെ എന്റെ അഭിപ്രായം അവർ അത് അത്ര വലിയ കാര്യമാക്കരുത് എന്നാണ്. കാരണം ആ സീന് ആ രീതിയിൽ ആസ്വദിച്ചതിന് ശേഷമെങ്കിലും അതിന് ആ സിനിമയിലെ പ്രസക്തി അറിയാൻ താല്പര്യമില്ലാത്തത്, അതിനെ ആ ഒരു രീതിയിൽ മാത്രം കണ്ട് ആഘോഷിക്കുന്നതൊക്കെ അവരുടെ ഒരു നിലവാരത്തിന്റെ പ്രശ്നമായി കണ്ടാൽ മതി. അത് ആ സിനിമയുടെയോ ആർട്ടിസ്റ്റിന്റെയോ നിലവാരത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. കാരണം ഇവൻച്വലി ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വ്യൂവേഴ്സിന്റെ പ്രോപ്പർട്ടി കൂടിയാണ്. വ്യൂവേഴ്സിനിടയിൽ അതിനെ ആർട്ടായി കാണുന്നവരുണ്ടാകും, അതിനെ വെറും എന്റർടൈൻമെന്റ് ആയി മാത്രം കാണുന്നവരുണ്ടാകും. അപ്പോൾ ആഘോഷിക്കുന്നത് പ്രശ്നമായിട്ട് കണ്ട അത് ആ നിലവാരം അല്ല, സമാധാനിപ്പിക്കാണ്. ആ. ഒരു നിങ്ങൾ അങ്ങനെ ഒരിക്കലും നിർത്തരുത്, പരിപാടി നിർത്തരുത്. ഇനിയും തുടരണം. തുടരണം. നിങ്ങൾക്ക് വിഷമം ഒന്നും വരരുത്. വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ഒന്ന് അത് അവരെ നിലവാരത്തിന്റെ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. അതിന് മോറലി ഉള്ള പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യണ്ട, കാണേണ്ടതില്ല. അതായത് ഇതിലൊരു പ്രശ്നമുണ്ടെന്ന് ചില ആളുകൾ പറയും, പ്രശ്നമില്ല. ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ പറയാ, അടിപൊളിയായിട്ട് ഇനിയും തുടരണം. ഇനി JBI ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ഒരു വീഡിയോ പറഞ്ഞ് കുടുങ്ങി പുരോഗമന സമൂഹം ഇവർക്കെതിരായി ഒരു വിശദീകരണ വീഡിയോ ഇറക്കിയാണല്ലോ. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബ്രോ ട്രൈങ് ടു എക്സ്പ്ലെയിൻ. അപ്പോൾ ഒരു കാറിന്റെ ഉദാഹരണം വെച്ചിട്ടാണ് എക്സ്പ്ലനേഷനിൽ നമുക്ക് പോവാം. ആഘോഷിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ ആഘോഷിച്ചതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? നിങ്ങൾ ഒരു കാറ് ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഘോഷം അതുമായി ബന്ധപ്പെട്ട് നടത്തും. രണ്ടാമത്തെ കാർ വാങ്ങുന്ന സമയത്തും മൂന്നാമത്തെ കാർ വാങ്ങുന്ന സമയത്തും നാലാമത്തെ കാർ വാങ്ങുന്ന സമയത്തും ആഘോഷം ഇങ്ങനെ കുറഞ്ഞു വരും. കാരണം എന്താണ്? നമുക്കത് പുതിയൊരു കാര്യമല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളത് കമ്മ്യൂട്ടിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് ആഘോഷം ഉണ്ടാവുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിൽ ആഘോഷം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ സെക്ഷൽ പോവേർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത്. സ്ഥിരമായി ആസ്വദിക്കുന്ന ഒരു കാര്യത്തിൽ, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ആഘോഷത്തിന്റെ ആവശ്യമില്ല. അവർ പറയണത് ഇടക്കിടക്ക് ഇങ്ങനെ ന്യൂഡിറ്റികൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മല്ലു പറഞ്ഞ എന്താണ്, മലയാളി ആയതുകൊണ്ടാണ് ഇത്ര, മീൻസ് മലയാളികളല്ലാത്ത ആളുകളുടെ പോൺ വീഡിയോസ് ഒക്കെ ഏത് രാജ്യത്തുള്ള ഏത് ആൾക്കാർക്കും മീൻസ് ഒരുപാട് അവൈലബിൾ ആണ് പോൺ വീഡിയോസ്. മൂപ്പർക്ക് മലയാളികളായതുകൊണ്ടാണ് ഇത് കാണുന്നതാണ് പറഞ്ഞത്. അതിൽ കാര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണ്, ഇത് ആഘോഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്യാണ്? അപ്പൊ ഇയാള് പറയണത് സംഭവം ആഘോഷത്തിന് പുതിയൊരു ഡെഫിനേഷൻ കൊടുക്കണം. അതെ, ഇല്ലാതിരുന്നൊരു സാധനം പുതിയതായിട്ടുണ്ടാകുമ്പോഴാണ് ആഘോഷം. പക്ഷെ മൂപ്പര് ലാസ്റ്റ് പറഞ്ഞു എന്താണ്, ഞാൻ പറഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു ഇത് എന്താണ്, ഇടക്കിടക്ക് മാത്രം എപ്പോഴെങ്കിലും കിട്ടുന്നോണ്ടാണ്. അത് മല്ലുവിന്റെ ഇയാളും തിയറി കൂട്ടിവെച്ച എന്താർത്ഥം, ഇടക്കിടക്ക് മലയാളികൾ കിട്ടിയാൽ ഇടക്കിടക്ക് മലയാളികളെ കാണാൻ പറ്റുകയാണെങ്കിൽ ഇത് ഫൈനാണ്, ഇത് പ്രശ്നമല്ല. എപ്പോഴെങ്കിലും ഒക്കെ മലയാളികൾ കിട്ടുന്നതുകൊണ്ടാണ് എന്ത് ഈ ദാരിദ്ര്യം വരുന്നതാണ്. പിന്നെ ഇവർ പറഞ്ഞ ഈ ആഘോഷത്തിന്റെ ഡെഫിനിഷൻ, ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേന്റെ വിഷയത്തിലൊക്കെ ബർത്ത്ഡേ ഓരോ പ്രാവശ്യവും ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ലല്ലോ. അതെ, ആഘോഷിക്കാം. പിന്നെ പക്ഷെ എന്നിട്ട് അവിടെ ആഘോഷിക്കും, ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നാ പറയാ. പക്ഷെ മൂപ്പരുടേതായ ഒരു ഡെഫിനേഷൻ. ഇനിയിപ്പോ ആ ഒരു സെലിബ്രേഷന്റെ മുപ്പര് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തെന്ന് വിചാരിച്ചോ, ഇതിലേക്ക് കൊടുത്തു വിചാരിച്ചോ. ഇപ്പോൾ ആക്ച്വലി പറയുന്നത് ഈ തിയറി ഇത് ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ സന്തോഷവും അങ്ങനെ പോലും ഇത് പറയാറുണ്ട്. അതായത് നമ്മളെ നാട്ടിൽ ഇത്ര ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണം ഇവിടെ എന്തില്ല, വേശ്യാലയങ്ങളില്ല. അത്തരത്തിൽ ആംസ്റ്റർഡാമിലൊക്കെ ഉള്ളതുപോലെ ചില്ലിൻ്റെ കൂട്ടിൽ കയറി നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇവിടെ പുരോഗമിക്കുള്ളൂ, അല്ലെങ്കിൽ ചുവന്ന തെരുവുകളൊക്കെ ഉണ്ടായാൽ മാത്രമേ പുരോഗമിക്കുള്ളൂ, എങ്കിലും ലൈംഗിക ദാരിദ്ര്യം മാറുള്ളൂ എന്നുള്ളത്. അതായത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണയാണിത്, ഒരുപാട് ആളുകൾ ഹോൾഡ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഒരുപാട് കിട്ടാത്തതുകൊണ്ടാണ് ആളുകൾക്ക് റേപ്പ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. നമ്മൾ സ്റ്റഡീസ് എടുത്ത് നോക്കി അങ്ങനെയല്ല. ഇത് ഈ സെക്ഷൽ വീഡിയോസോ പോൺ വീഡിയോസോ കൂടുതൽ കാണുന്ന ആളുകൾക്ക് ഫാൻറ്റസികൾ കൂടെ ചെയ്യുന്നത്, ഭയങ്കര വിയേർഡ് ടൈപ്പ് ഓഫ് ഫാന്റസികൾ വരെ ചെയ്യുന്നത്. അവരുടെ ത്രഷോൾഡ് കൂടും. അവരുടെ ത്രഷോൾഡ് മുകളിലോട്ട് പോകും. നമ്മൾ വിചാരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, അതിലേക്ക് പോകില്ല, റേപ്പിലേക്ക് പോകില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ ത്രഷോൾഡ് കൂടുകയാണ് ചെയ്യുന്നത്. അവർക്ക് അടുത്തൊരു വൈൽഡ് ഫാന്റസിയിലേക്ക് അവരെന്ത് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യും. കാരണം ഇപ്പോൾ ആദ്യം പോണ് കണ്ടു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ എന്തെങ്കിലും ഒരു നഗ്ന ദൃശ്യങ്ങൾ കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര അതിൽ കണ്ടെത്തുന്നുണ്ടാവും. പക്ഷെ കുറച്ചും കൂടി ഇതിങ്ങനെ സ്ഥിരമായിട്ട് കാണുമ്പോൾ പിന്നെ അതിലവർക്കൊരു ആനന്ദം കണ്ടെത്താൻ കഴിയില്ല. അതിനേക്കാൾ കൂടുതൽ വിചിത്രമായ എന്തെങ്കിലും ലൈംഗിക അഭിനിവേശങ്ങളൊക്കെ കാണേണ്ടി വരും. അതിപ്പോ ഈ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന മിനിമം എമൗണ്ട് അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റിയാണ് നമ്മൾ ത്രഷോൾഡ് എന്ന് പറയാം. അത് സാധാ വീഡിയോ പിന്നെ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോൾ ഒരാൾക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ഈ അശ്ലീല വീഡിയോകളാണ് ഒരാൾ കാണുന്നതെന്ന് വിചാരിച്ചോ. അത് അയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ഒരു പുരുഷനും തമ്മിലുള്ളത് എന്തോ ഭയങ്കര ബോറായി, അല്ലെങ്കിൽ അതിലൊരു ആനന്ദം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലുള്ള ഒന്നിലധികം ഇണകളുമായി അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളുമായി രമിക്കുന്ന ഒരാളെ കാണേണ്ടി വരും. പിന്നെ അതിലും കൂടും. പിന്നെ അത് മാത്രം മതിയാവൂല. അങ്ങനെ ഇതാണ് ത്രഷോൾഡ് കൂടാന്ന് പറയുമ്പോൾ. അപ്പൊ
അതുവരെ അവരിൽ ഒരു മാറ്റം കണ്ടിരുന്നതിനേക്കാൾ ഉണ്ടാക്കാൻ കൂടുതൽ പറ്റുന്ന കാര്യം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്നത്, വളരെ വിയേർഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അതുകൊണ്ടാണ് മറ്റേ രവിചന്ദ്രൻ പറഞ്ഞത് ആളുകൾക്ക് വെറൈറ്റി ആണ് ഇഷ്ടം. അപ്പൊ ഈ വെറൈറ്റിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നുള്ള. ഇത് ഈ ത്രഷോൾഡ് മാറുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ അല്ല അത് മാറുക കേട്ടോ. അത് പലതരത്തിലായിരിക്കും മാറുക. അപ്പോൾ നമുക്ക് ഇതിന് എത്രത്തോളം അത് വിയേർഡ് ആകുമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ലാസ്റ്റ് ചില സ്റ്റഡീസ് ഒക്കെ നോക്കുമ്പോൾ ആളുകൾ സെർച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോൺ കണ്ടൻസ് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻസെസ്റ്റ് ഒക്കെ ആൾക്ക് ഭയങ്കര റേറ്റിംഗ് ഉള്ള പോൺ കണ്ടൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അഥവാ അതായത് ആരുമായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള സംഭവം ഇവരിലുള്ള ഒരു അട്രാക്ഷനെ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ ഒരു സമൂഹം ഒരു നോർമായിട്ട് കാണുന്നതിന് എതിരായിട്ടുള്ള ഒരു സാധനം കാണുമ്പോൾ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നതാണ്. സെക്ഷൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൂടുതൽ കിട്ടുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇൻസെസ്റ്റ് പറഞ്ഞാൽ പേരൻസും മക്കളും അല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററും ഒക്കെ തമ്മിലുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ആളുകൾ പോകുന്നതാണ്. ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവരത് ഉത്തേജിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഈ പോൺ കണ്ടന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആളുകളെന്തോ ഉഷാറാക്കി സെക്ഷൽ എന്താ പറയുക ഇത് മറ്റേ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പ്രബുദ്ധരാകാൻ വേണ്ടിയിട്ടുള്ള എന്തോ വിദ്യാഭ്യാസം നല്ലത്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ല, അതൊരു ലിമിറ്റ് കഴിയാൻ നിൽക്കുക, അവസാനിക്കാൻ ഫാന്റസി ഒരു പെർവേർഷൻ ലെവലിലേക്ക് എത്തുന്ന എത്രത്തോളം ഫെറ്റിസ്റ്റ് ബിഹേവിയേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഫെറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില അതായത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള അല്ലെങ്കിൽ സെക്സിലുള്ള സം കൈൻഡ് ഓഫ് വിയേർഡ്നെസ്സുകളെ ആരാധിക്കുന്ന, അതിനോട് ഫെറ്റിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ ഫീറ്റ്, ഇപ്പം നമുക്ക് ചില സ്റ്റഡീസിലൊക്കെ കാണാൻ കഴിയുന്നത് ഫീറ്റിന്റെ ഫോട്ടോസ് വിറ്റിട്ട് മില്യൺസ് സമ്പാദിക്കുന്ന സ്ത്രീകളെ കാണാൻ കഴിയും. അതായത് ഇത് അവരുടെ കാലിന്റെ ഫോട്ടോസ് ഇട്ടിട്ട് ഇത് വാങ്ങാൻ ആളുകളുണ്ട്. ഇത് കാല് മാത്രമല്ല, ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ചില ഡിവോഴ്സ് കേസുകളൊക്കെ പഠിച്ചാൽ ഹസ്ബൻഡിന് വളരെ വിയേർഡായിട്ടുള്ള സെക്ഷൽ ഫാന്റസികൾ ഉള്ളത് കൊണ്ട് മാത്രം ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഓഡ് കേസുകൾ നമുക്ക് ഇത്തരത്തിൽ കേസ് സ്റ്റഡികളായിട്ട് കാണാൻ കഴിയും. ഇത് വളരെ വിയേർഡ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ സെക്രീഷൻസിനോട് പോലും എന്താ പറയുക അട്രാക്ഷൻ തോന്നുന്ന ആളുകൾ. അപ്പോൾ ഈ ഫാന്റസികൾ എവിടുന്ന വരുന്നത് വെച്ചാൽ ഇവരെ നോർമലി ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എന്താ പറയുക സ്റ്റിമുലേറ്റഡ് ആകേണ്ട കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യുന്നില്ല, അവർ സ്റ്റിമുലേറ്റഡ് ആകുന്നില്ല. അപ്പം അതിനപ്പുറത്തേക്ക് പോയാൽ അവർക്ക് സ്റ്റിമുലേറ്റ് ആകാൻ പറ്റുന്നില്ല. ആ കണ്ടീഷനിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ നിരന്തരമുള്ള പോൺ കൺസെപ്ഷൻ അവരെ മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അതായത് സാധാരണ ലൈംഗിക ബന്ധങ്ങളിൽ തൃപ്തിപ്പെടുന്ന ആളുകൾ പോലും ഇതിനിങ്ങനെ അഡിക്റ്റ് ആയതിനു ശേഷം വളരെ വിചിത്രമായ രൂപത്തിൽ, ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറപ്പുളവാക്കുന്ന രൂപത്തിൽ വരെ അവരുടെ ലൈംഗിക അഭിനിവേശങ്ങൾ മാറുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ സെക്രീഷൻസിനോടൊക്കെ താല്പര്യം തോന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില വിസർജ്യങ്ങളാണ്. അതിനോട് പോലും ഒരു ലൈംഗികാഭിനിവേശത്തോട് അതൊരു എന്താ പറയാ ലൈംഗികപരമായ സംതൃപ്തി നേടാൻ ഉപകരിക്കാന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം വിചിത്രവും അറപ്പുളവാക്കുന്നതാണ് സാധാരണഗതിയിലുള്ള ഒരു അവസ്ഥേനേക്കാളും. അതിനി ഇത് കണ്ടിട്ട് ഇവരിതിനി പ്രാക്ടിക്കലി ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ കുടുംബങ്ങളെ ബാധിക്കും? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡിവോഴ്സ് കേസുകൾ ഒരുപാട്. കാരണം ഇപ്പൊ ഭർത്താവിന് ചിലപ്പോ ഇങ്ങനത്തെ ഫാന്റസികൾ ഭാര്യക്ക് ഇത് അറിയാൻ പോലും ഉണ്ടാവില്ല. ഭാര്യ കേട്ടിട്ട് പോലുണ്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഭാര്യ കന്ത പിടിക്കും. ഇങ്ങനെ അതായത് പുറത്ത് കാണുമ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കും സ്വാഭാവികമായിട്ടും. ഇത് സെക്ഷൽ ഫാന്റസികൾ പല ആളുകളിൽ ഇപ്പൊ പുറത്തേക്ക് വളരെ മാന്യമായിട്ട് ഇരിക്കുന്ന ആളുകളെ പോലും സെക്ഷൽ ഫാന്റസികൾ ഇത്തരത്തിൽ, അതായത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതാണിത്. നിങ്ങൾ പോയി മീൻസ് ഇപ്പോൾ നേരത്തെ നമ്മൾ ഇപ്പോൾ കാണിച്ച ഈ ആളുകളൊക്കെ വീഡിയോ കാണുന്ന ആൾക്ക് സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഒരു മോറൽ അഡ്വൈസുകൾ എന്താണ്, നിങ്ങൾ പോയി കണ്ടോ, നിങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഇല്ലാതാവും. നിങ്ങൾ ഇത്തരത്തിലുള്ള, അതായത് ഇങ്ങനെ പറയാം, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല, ഹാം ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു മുറിയിലിരുന്ന് ഇത് കാണുന്നു, അത് മാത്രമല്ലേ ഉള്ളൂ. അതിലിപ്പോ പ്രശ്നമുള്ളത് ഈ റിയാക്ഷൻ വീഡിയോ തന്നെ ഒരു പാട്ട് അത് പറയുന്നുണ്ട്. അതായത് പോൺ എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ പറയാ, അതായത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അതിലൂടെ പോവുകയാണെങ്കിൽ അത് തീരട്ടെ, അങ്ങനെയാണ് പറയാ. അതൊരു ആർക്കും ഹാമില്ലാത്ത ലെസ് ഹാമുള്ള ഒരു സമൂഹത്തിലൊരു നന്മ ഉളവാക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ പോൺ റെപ്രസെന്റ്. അത് കാണുന്ന ആളുകൾ ഇത് കണ്ട് അവരുടെ ഫാന്റസി ലെവൽ കൂടിയാൽ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ഇത് മാത്രമല്ല, ഇപ്പൊ ക്രൈം, ഇപ്പോൾ റേപ്പ് പോലും. ഇപ്പോൾ ഈ അടുത്തൊരു കേസ്, അഥവാ പോൺ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ, അഥവാ ഒരുപാട് പോൺ മൂവീസിൽ അഭിനയിച്ച ഒരാൾ, ഒരുപാട് പോൺ മൂവീസിൽ ആക്ടർ ആയിട്ടുള്ള പുരുഷനായിട്ടുള്ള ഒരാൾ, ഈ ആള് ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു. അപ്പൊ ആലോചിച്ചോക്ക്, ഇപ്പൊ സന്തോഷ് ജോർജിനൊക്കെ പറയുന്ന പോലെ അവസരം കിട്ടായിട്ടോ അല്ലെങ്കിൽ എക്സ്പോഷർ ക്യാമറന്റെ മുന്നിൽ എക്സ്പോഷർ ഉള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് ക്യാമറന്റെ പുറത്ത് ഒരുപാട് അതിനൊക്കെ എക്സ്പോഷേഴ്സ് ഉണ്ടാവും. കൺസെന്റോട് കൂടി ഒരുപാട് സ്ത്രീകൾ അവൈലബിൾ ആയിട്ടുള്ള ആൾ പോലും റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ അയാളെ ഫാന്റസി അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരാൾ കൺസെന്റോട് കൂടി എനിക്ക് വഴങ്ങി തരുന്നതായിരിക്കില്ല അയാളെ സംബന്ധിച്ച ആസ്വാദ്യം.
അയാളെ സംബന്ധിച്ച് ഒരാളെ ഫോഴ്സ്ഡ് ആയിട്ട് ഇത് ചെയ്യിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ആസ്വാദ്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതൊരുപാട് കിട്ടുക എന്നുള്ള ഒരാളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ താഴ്ത്തുകയോ ഒരാളെ മാന്യനാക്കുകയോ സെക്ഷലി ഒരു ഗുഡ് മാനായിട്ട് മാറ്റുകയോ സെക്ഷലി ഒരു ഗുഡ് സൊസൈറ്റിനെ ഉണ്ടാക്കുന്ന ഒരു വഴിയായിട്ട് ഇത് കൊടുക്കുകയോ ഒന്നും നമുക്കൊരിക്കലും പറ്റില്ല. അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് മദീന സ്ത്രീകൾക്ക് സേഫസ്റ്റ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന സിറ്റി ആയിട്ട് റാങ്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മദീന എങ്ങനെ സേഫസ്റ്റ് സഞ്ചരിക്കാൻ പറ്റുന്ന സിറ്റി ആവുക? എല്ലാവർക്കും ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ചങ്ങലൊക്കെ ഇട്ടിട്ടും അവിടെ പ്രശ്നങ്ങളില്ല. അവിടെ പ്രശ്നങ്ങൾ ഇവരുടെ തീരെ അനുസരിച്ച് അവിടെ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവണ്ട, ഭയങ്കര റേപ്പ് ഉണ്ടാവണം. ഒരു റേപ്പും ഇല്ല. അതേസമയം യൂറോപ്യൻ ഒരുപാട് റേപ്പേ ഉണ്ടാവാൻ പാടില്ല. ഇവരെ തിയറി പ്രകാരം റേപ്പ് ഉണ്ടാവാൻ പാടില്ല. എക്സ്പോഷർ ഉണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? റേപ്പ് സ്റ്റാറ്റിൽ കൂടുതൽ. അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തില്ല, ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു നിലക്കുള്ള വാലിഡിറ്റി ഇല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ശരിക്കും പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ന്യൂഡിറ്റി ഈസ് ദ എന്താ പറയുക, ഒരു എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമാനിറ്റി, ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്, അതായത് പൂർണ്ണമായിട്ടൊരു എക്സ്പ്രഷൻ, അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ ഇതിനെങ്ങനെ കാണുന്നത്? മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡിസ്പോസിഷൻ എന്നുള്ളത് നഗ്നത മറക്കുക എന്നുള്ളതാണ്. ഇവർ പറയുന്നത് നഗ്നത എന്നുള്ളതാണ് മനുഷ്യന്റെ എന്ത് ചെയ്തത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിന് നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇത് മാത്രമല്ല, ഇത്രയും മാത്രമൊന്നല്ല. ഇപ്പൊ വേറെ ചെറിയ ആൾക്കാരുണ്ടായിരുന്നു, എന്താണ് നമ്മൾ ഡ്രസ്സ്, എന്തിനാണ് മനുഷ്യൻ ഡ്രസ്സ് ഇടുന്നത്, പൂച്ചയും പട്ടിയൊന്നും ഡ്രസ്സ് ഇടുന്നില്ല എല്ലാം ചോദിച്ച ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ, സ്കൂളിൽ പോകുന്നത് എന്തിനാണ്, ഡ്രസ്സ് ഇടുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഡിസ്പോസിഷൻ എന്നുള്ളത് അത് ന്യൂഡിറ്റി മറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ 24-ാമത്തെ അധ്യായത്തിൽ 31-ാം വചനത്തിൽ പറഞ്ഞത് നിങ്ങൾ സാധാരണ കാണുന്നതിനപ്പുറം ഉള്ളത് നിങ്ങൾ മറക്കണം എന്നാണ് പറഞ്ഞത്. പ്രത്യക്ഷമായതൊഴികെ നിങ്ങൾ മറക്കണം. അപ്പോൾ ഇത് പിന്നെ ഈ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോൻ പറഞ്ഞ എന്താണ്, ഇത് മറക്കണം എന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ ഇനീഷ്യൽ ഡിസ്പോസിഷൻ എന്നുള്ളത് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസ്പോസിഷൻ എന്നുള്ളത് അത് മറക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റിയിട്ട് മൃഗങ്ങളെ പോലെ ആവുക എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യന് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മുന്നിലല്ലാതെ ഇതും തുറക്കാതിരിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അവർ കംഫർട്ട് അല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെ മുന്നിൽ തുറക്കുമ്പോൾ. അത് പറഞ്ഞു എന്ത് ചെയ്യാണ്, അതാണ് നോർമൽ എന്ന രീതിയിലേക്ക് പലതരത്തിലാക്കാൻ. മനുഷ്യത്വം എന്നുള്ളത് ഒരു മൃഗീയതയിലേക്ക് പിന്നെ സമീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറി എന്തുകൊണ്ട് മൃഗീയത വ്യത്യസ്തമാണെന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂഡിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പിന്നെ ന്യൂഡിറ്റി എന്നുള്ളത് ഹ്യൂമൻ എക്സ്പ്രഷൻ അല്ല, മറിച്ച് അത് മറക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു ഡിസ്പോസിഷൻ എന്നുള്ളത് നമ്മൾ പറയുന്നത്. അതേ സമയം തന്നെ അവിടെ ഒരു വിരോധാഭാസം കൂടി ഉണ്ട്. ഇവര് പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും തോന്നാം, കണ്ടില്ലേ മൃഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നമ്മൾ മനുഷ്യന്മാർ ഇതേമാതിരി ആണ് ആകേണ്ടത് എന്നുള്ള രൂപത്തിലാണ് അവർ പറയാ. പക്ഷെ ഇതേ ആളുകൾ തന്നെയാണ് നമ്മൾ വലിയ മാനവികരാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനാവുക, മതം ഉപേക്ഷിക്കും മനുഷ്യനാവുക. ഇവർ ഈ മൃഗങ്ങളെ പോലെ ആവണമെന്നാണ്, മതം ഉപേക്ഷിച്ച് മൃഗങ്ങളാവുക എന്നല്ലേ പറയേണ്ടത്. ആ ഒരു വിരോധം, അതിലൊരു കോമഡി ഒന്നും ആലോചിച്ചു. അപ്പൊ മാനവികത എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കും മനുഷ്യ ജീവിതത്തിന് എന്തോ മറ്റുള്ളതിനേക്കാളും വ്യത്യസ്തതകളുണ്ട്, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് മാനവികത, ഹ്യൂമനിസം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധനം. പക്ഷെ ഇതേ ഇവർ തന്നെ മാനവികതയുടെ ആളുകളാണ് ഞങ്ങളെന്ന് മുദ്രാവാക്യം വിളിച്ചു നടന്നതിന് ശേഷം അവസാനം പറയുന്നത് കണ്ടില്ലേ മൃഗങ്ങൾക്ക് ഇതൊന്നുമില്ല. അത് ഈ മനുഷ്യരുടെ മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത പറയുമ്പോഴാണ് ഈ സെൽഫ് കോൺഷ്യസ്നെസ് എന്നുള്ള സാധനം മറ്റാർക്കും ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളെ നഗ്നത വെളിപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മറക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത് തെറ്റാന്ന് പറയാൻ പറ്റാത്തത്, അതുകൂടി നമ്മൾ കാണണം. ഇവരുടെ ഒരു പ്രശ്നമാണത്. ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ഒരു ഒബ്ലിഗേഷൻ, ഒരു തെറ്റായിട്ട് പറയാൻ ഇവർക്ക് പറ്റുമോ? ഇപ്പൊ നഗ്നത നിങ്ങൾ കാണാൻ പാടില്ല എന്നോ നഗ്നത ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? എന്താണ് അവർക്കുള്ള മാനദണ്ഡം? എന്ത് മാനദണ്ഡമാണ് അവർക്കുള്ളത്? അതായത് ഈ തരത്തിലുള്ള എഫക്ട്സും അല്ലെങ്കിൽ ഇമ്പാക്ട് ഇതിന് ഉണ്ടാകുന്നത് പറയുമ്പോൾ പോലും ഇവരെന്ത് ചെയ്യാണ്, ഒരു ഫോഴ്സ്ഡ് ആണ്. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്തോളിൻ എന്ന് പറയാൻ അവർക്ക് പരമാവധി പറ്റുള്ളൂ. ചെയ്യാൻ പാടില്ല എന്നുള്ള പറയാനുള്ള തൗഫീഖ് അവർക്കില്ല. അതാണ് പ്രശ്നം. അത് പലപ്പോഴും പല ആളുകളും പറയും. ഇപ്പോൾ ചില ആളുകൾ പറയും ഈ പോൺ വീഡിയോസ് കാണാൻ പാടില്ല എന്നെങ്ങനെ മതമില്ലാത്ത ആൾക്കാരത്ത് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് മോശം എന്ന് പറയുമ്പോൾ ഇത് തെറ്റാണെന്ന് നോക്കി നമുക്ക് സാറ്റിസ്ഫൈഡ് കൺവിൻസ്ഡ് ആണ്. ഇത് മതമില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ പറയാം? നമ്മൾ പറയണത് ചില ആൾക്കാർക്ക് ശരിയായ മെസ്സേജ് കിട്ടിയിട്ടില്ലെങ്കിൽ പല നന്മകളിലേക്ക് എത്താൻ കഴിയൂല. അതിനാണ് അതിന്റെ റെലവൻസ്. ഫോൺ വീഡിയോ നോക്കട്ടെ, ഇപ്പം ഒരു പിന്നെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ കേടാവും, കിഡ്നിക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കിഡ്നിക്ക് പ്രശ്നമായിക്കോട്ടെ, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, യോളം അല്ലേ, യു ഓൺലി ലിവ് വൺസ് അല്ലേ, പിന്നെ ഒരു കിഡ്നി ഓക്കെ, ഒരു ലൈഫ്. ഞാൻ പറഞ്ഞപ്പോ നാളെ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ വെറുതെ ഈ വിളിക്കായിരുന്നത്. അപ്പൊ ശരിക്കും എത്തിയസ്റ്റുകളെ അതാണ് കണ്ടീഷൻ. ഇപ്പോ
ഈ ഒരു വാദം ഉണ്ടല്ലോ, ഇതിനാണ് എല്ലാവരും കണ്ടീഷൻ. ഇപ്പോൾ ഒരാളിപ്പോൾ വീഡിയോ ലിക്കായിരുന്നു വിചാരിച്ചോ, അല്ലെങ്കിൽ കള്ളുടിക്കായിരുന്നു വിചാരിച്ചോ, ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഒരു വിശ്വാസം ഇല്ലാത്ത ആളും തെറ്റുന്നു ഒരേ സമയം ഒഴിവായി കള്ളുടിക്കായിരുന്നു. ഒരാളെ നീയത്ത് എന്താണ്? വിശ്വാസം ഇല്ലാത്ത ആളെ നീയത്ത് കള്ളുടിക്കാതിരിക്കുന്നത് ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ളതാണ്. വിശ്വാസിയായിട്ടുള്ള ആൾ സ്വാഭാവികമായിട്ടും എൻ്റെ സ്രഷ്ടാവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. രണ്ടാളും 10 കൊല്ലം കഴിഞ്ഞ് മരിച്ചു. ഓൻ ഓക്കെയാണ്, മീൻസ് വിശ്വാസിയായിട്ടുള്ള ആൾക്ക് ഓക്കെയാണ്, സൃഷ്ടാവ് പറഞ്ഞത് കേട്ടു തൃപ്തി കിട്ടിയെന്നുള്ളതാണ്. മറ്റൊരു നഷ്ടമാണ് ഈ 10 കൊല്ലം കുടിക്കാതിരുന്നത്. അതെ, അവന് നഷ്ടപ്പെടുകയാണ് ആ വർഷങ്ങൾ. പിന്നെ ഈ കോൺസിക്വൻസ് പറയുന്നിടത്തുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇൻസെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പറയും എന്തുകൊണ്ടാണ് നിങ്ങൾ എക്സ്ട്രീം ഉദാഹരണങ്ങൾ എടുക്കുന്നത്? ഈ എക്സ്ട്രീമിറ്റി എന്നുള്ളത് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരിൽ കാണുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അവർ പറയുമ്പോൾ പറയുന്ന വെച്ചാൽ ഇപ്പോൾ ഹോമോസെക്ച്വാലിറ്റി അല്ലെങ്കിൽ ഇൻസെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഓക്കെ, ഇൻസെസ്റ്റ് അവർ പറയും ഇൻസെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബൈ പ്രൊഡക്റ്റ് ഇല്ലാത്ത ഇൻസെസ്റ്റുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കോൺസിക്വൻസ് പ്രശ്നമില്ലാത്ത ആളുകളുണ്ടല്ലോ. ഓക്കെ, എനിക്കത് കുഴപ്പമില്ല, അത് കുഴപ്പമുണ്ടെ തന്നെ ഇപ്പം മദറും ഡോട്ടറും തമ്മിൽ അല്ലെങ്കിൽ ഫാദറും സണ്ണും തമ്മിൽ ഇതൊക്കെ ഇൻസെസ്റ്റ് ആണ്. ഇതിലൊന്നും ഈ പ്രശ്നം കാണുന്നില്ല. ഇവർക്ക് അങ്ങനെ ഇത് തെറ്റാന്ന് പറയാൻ കഴിയാ? ഈ ഇൻസെസ്റ്റ് തെറ്റാന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു മോറൽ ഒബ്ലിഗേഷൻ ഇല്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഇവർ നേരിടുന്നുണ്ട്. അതാണ് ഇപ്പൊ ഇതിലും കണ്ടത്. അത് പല സാഹചര്യങ്ങളിലും സ്രഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലേ ശരിയായിട്ടുള്ള പാത്ത് ഒരു സൊസൈറ്റിക്ക് മൊത്തത്തിൽ എന്ന അർത്ഥത്തിൽ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പൊ ആ മനുഷ്യന്റെ ഒരു ഇനീഷ്യൽ ഡിസ്പോഷനിലേക്ക് എത്തുക, അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഏകദൈവ ആരാധനയാണെങ്കിലും ഈ ന്യൂഡിറ്റി കാണിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ഭാഗമാണ്, മനുഷ്യന്റെ അതിന്റെ ഭാഗമാണ്. അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതെ, പിന്നെ ദാറ്റ്സ് ഓൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട് ഈ വിഷയത്തിൽ. ടോട്ടലി പറയുകയാണെങ്കിൽ ലിബറലുകൾക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആളുകൾക്ക്, പുരോഗമനവാദക്കാർ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പൊസിഷൻ എടുക്കാൻ കഴിയുന്നില്ല, ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെന്തൊന്നാണോ പറയാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ വലിയ അപകടങ്ങളിലേക്കാണ് എത്തുന്നതാണ്. നേരത്തെ മലയാളി ആയതുകൊണ്ടാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് JBIയും അല്ലോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതിനൊരു VADT ആണ്. അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ പോൺ വീഡിയോസ് അവർക്ക് അവൈലബിൾ ആണ്, അവർക്ക് മലയാളിനെ വേണമെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫാൻറ്റസി. നേരത്തെ പോലെ ഇൻസെസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി അവരതിൽ തേടുകയാണ്. അപ്പോൾ അതന്നെ അതിൻ്റെ ഒരു തെളിവാന്നുള്ളതാണ് എത്രത്തോളമാണ് ആളുകളെ ഇതൊരു മോശം കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ. അപ്പോൾ അത്രയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.